നമ്മൾ ആ തട്ടിപ്പിന്റെ കഥയിലേക്കാണ് വരാൻ പോകുന്നത്. ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഹൈറിച്ച് വരെ തട്ടിപ്പുകൾ ഇങ്ങനെ തുടരുകയാണ്. തട്ടിക്കപ്പെടാൻ നമ്മളുടെ ജീവിതം ബാക്കി. ഓൺലൈൻ കാലത്ത് മലയാളികളെ വീണ്ടും ചതിക്കുഴിയിൽ ചടിച്ച മറ്റൊരു തട്ടിപ്പാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റാണ് പുതിയ തട്ടിപ്പ്. ഒന്നുകൂടി ഞാൻ പറയാം, ആരെങ്കിലും ഇരയായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് ആന. പ്രാഥമിക വിവരപ്രകാരം 4500-ലധികം പേരിൽ നിന്നായി 80 കോടിയിലധികം രൂപ തട്ടിപ്പുകാർ കൊണ്ടുപോയി. കണക്ക് ഇനിയും ഉയരാനാണ് സാധ്യത. വാർത്തയൊന്ന് കണ്ടുവരാം. വീട്ടിലിരുന്ന് ഒരു ജോലിയും ചെയ്യാതെ ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടാകാം. അത്തരമൊരു മെസ്സേജിൽ നിന്നാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം. തട്ടിപ്പിന്റെ രീതി ഇങ്ങനെ. എലിഫന്റ് ഫർണിച്ചർ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഫർണിച്ചർ വാങ്ങാം. 680 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുള്ള ഫർണിച്ചറുകൾ വെബ്സൈറ്റിലുണ്ട്. ഫർണിച്ചർ ഓൺലൈനിൽ ഓർഡർ നൽകാനേ കഴിയൂ, പക്ഷേ ലഭിക്കില്ല. അതിനു പകരം ലാഭവിഹിതം എന്ന നിലയിൽ നിശ്ചിത തുക ഓൺലൈനിൽ തന്നെ ലഭിക്കും. ഒരു മാസം പൂർത്തിയാകുമ്പോൾ 680 രൂപയ്ക്ക് വാങ്ങിയ ഫർണിച്ചറിൽ നിന്ന് 1224 രൂപയായി തിരികെ ലഭിക്കും എന്നതാണ് വാഗ്ദാനം. ഇരകളാക്കപ്പെട്ടവർ കൂടുതലും വീട്ടമ്മമാർ. മലപ്പുറത്തുനിന്ന് ഒരു ലേഡി എന്നെ റെഫർ ചെയ്ത്, ആ റെഫറൽ മുഖാന്തരമാണ് ഞാൻ ഇതിലോട്ട് ജോയിൻ ആവുന്നത്. അവർ ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത്, ഹായ്, എൻ്റെ പേര് മുനവിറ. എലിഫന്റ് ഫർണിച്ചറിലേക്ക് ജോയിൻ ചെയ്തിട്ട് 4 മാസമായി. കമ്പനി ഓഫർ ചെയ്തിട്ടുള്ള എല്ലാ ഗിഫ്റ്റുകളും നേടിയെടുക്കാൻ സാധിച്ചു. 80K ഇപ്പോൾ വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ സന്തോഷം എല്ലാവരുമായി പങ്കിടുന്നു. അപ്പോൾ അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഉണ്ട്. അതുവഴിയാണ് അവർ കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞു. 650 രൂപയല്ലേ പ്രൊഡക്റ്റിനുള്ളൂ. അപ്പോൾ ഇതിനെന്താ നമുക്ക് പ്രോപ്പർ എന്താ തെളിവ് ഇത് ഉള്ളതെന്ന് വെച്ചപ്പോൾ നമുക്കൊരു മുനവ്വറ എന്ന് പറഞ്ഞൊരു ലേഡി, അവരുടെ കുറച്ച് വീഡിയോസും വോയിസും കാര്യങ്ങളൊക്കെ അവരെനിക്ക് അയച്ചു തന്നു. ഇനി തട്ടിപ്പിന്റെ രീതിയിലേക്ക് വരാം. ഏറ്റവും കുറഞ്ഞ തുകയായ 680 രൂപ മുടക്കി ഫർണിച്ചർ വാങ്ങിയാൽ അപ്പോൾ തന്നെ 115 രൂപ വെൽക്കം ബോണസ് ലഭിക്കും. പിന്നാലെ ഓരോ ദിവസവും 680-ന് പരമാവധി 30 രൂപ എന്ന നിരക്കിൽ വെബ്സൈറ്റിൽ അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കും. 120 രൂപയാകുമ്പോൾ ആ ബാലൻസ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഒരു മാസമാകുമ്പോൾ നികുതിയെല്ലാം പിടിച്ച ശേഷം 680-ന്റെ മൂല്യം 1224 രൂപയായി മാറും. തുടക്കത്തിൽ ചെറിയ തുകകൾ നിക്ഷേപിച്ചവർ വിശ്വാസം കൂടിയതോടെ കൂടുതൽ തുകകൾ നിക്ഷേപിച്ചു തുടങ്ങി. 680 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, 3500 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, 4500 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, 5000-നുണ്ട്. അങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ്. ഇതിൽ 680 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 34 ദിവസം കൊണ്ട് ഏകദേശം 1224 രൂപ, അതായത് ഒരു ദിവസം 30 രൂപ വെച്ചിട്ട് നമുക്ക് ഏർണിങ്സ് കിട്ടും. ഈ പ്രോഡക്റ്റും കിട്ടുമോ? പ്രൊഡക്റ്റ് കിട്ടൂല. പ്രൊഡക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് വെക്കുകയുള്ളൂ. അവർ ട്രേഡിംഗ് ആണെന്നാണ് പറഞ്ഞത്. അവർ സാധനം എടുത്തിട്ട് വേറൊരാൾക്ക് മറിച്ച് വിൽക്കുകയാണെന്നാണ് അവർ നമ്മോട് അവകാശപ്പെട്ടത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ മാസം അവസാനം 10 ദിവസത്തേക്ക് ഒരു ഓഫർ പ്രഖ്യാപിച്ചു. 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് 10 ഇരട്ടിയാകുമെന്നായിരുന്നു ഓഫർ. അതുവരെയുള്ള ഇടപാടുകളിൽ തുക തിരിച്ചു കിട്ടിയവർ 50,000 മുതൽ 3 ലക്ഷം വരെ നിക്ഷേപിച്ചു. ഒന്നിച്ച് വൻ നിക്ഷേപം സ്വീകരിച്ച ശേഷം വെബ്സൈറ്റ് പണിമുടക്കി. കഴിഞ്ഞ 5-ാം തീയതി മുതൽ വെബ്സൈറ്റ് ലഭ്യമല്ല. 10 ദിവസത്തെ കണക്ക് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെ വെച്ചാൽ ലാഭമാണ്. പക്ഷെ അവരത് സ്കാം കൂട്ടാനുള്ള ഒരു പരിപാടിയായിരുന്നു. നമുക്ക് മനസ്സിലായ പിന്നീടാണ്. അത്യാവശ്യം നല്ല ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു ഇവർക്കെന്തോ നികുതി എന്തോ 500 ദശലക്ഷം കോടി എന്തോ നികുതി അടക്കാനുണ്ട് ഇന്ത്യ സർക്കാരിൽ. അപ്പൊ ഇന്ത്യ സർക്കാർ അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലുള്ള വ്യാപാരം നിർത്തുകയാണ്. നിങ്ങൾക്ക് ഭൂട്ടാന്റെ വ്യാപാരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുടർന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭൂട്ടാന്റെ ഒരു ലിങ്ക് അയച്ചു തന്നു. പക്ഷെ അതിൽ കയറിയപ്പോ അതില് നമുക്ക് പ്രൊഡക്റ്റ് ഈ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2600 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വേറെ വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ പരാതികളുമായി നെട്ടോട്ടമോടുകയാണ് നിക്ഷേപകർ. കേരളത്തിലെ 4500 പേരിൽ നിന്നായി 800 കോടിയിലധികം രൂപ തട്ടിപ്പുകാർ മുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. പുതിയ വെബ്സൈറ്റുകളുമായി അവർ ഇനിയും വരും. പറ്റിക്കുക തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. പറ്റിക്കപ്പെടാൻ നിന്നുകൊടുക്കണമോ എന്ന് മലയാളികൾ ചിന്തിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ആട് മാഞ്ചിയം മുതൽ എലിഫന്റ് ഫർണിച്ചർ തട്ടിപ്പ് വരെ മലയാളികളെ തട്ടിക്കാൻ വളരെ എളുപ്പമാണ് എന്നൊരിക്കൽ കൂടി നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. 4500-ലധികം മനുഷ്യരാണ് എലിഫന്റ് ഫർണിച്ചറിൻ്റെ ഈ വലിയ വെബ്സൈറ്റിൻ്റെ ഈ തട്ടിപ്പിൽപ്പെട്ട് കാശ് കളഞ്ഞിരിക്കുന്നത്. 80 കോടി രൂപയാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ്. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉമേഷേ, വെരി ഗുഡ് മോർണിംഗ്. ഇത് കുറച്ച് ദിവസം മുൻപ് നമുക്കിത് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുപേരെയെങ്കിലും നമുക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. പക്ഷേ നമുക്ക് ഈ വിവരം കിട്ടിയപ്പോഴേക്കും ഇവർ വെബ്സൈറ്റ് അടച്ചുപോയി. മാത്രമല്ല അതുവരെയും പൈസ ഇട്ടവരൊക്കെ കരുതി ഇത് പൈസ ഇപ്പം തിരിച്ച് കുമിഞ്ഞുകൂടി വീട്ടിലേക്ക് വരുമെന്നാണ്. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു, ഒരു പണിയില്ല, പൈസ ഇട്ട ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ ഇപ്പോഴും നമ്മളിൽ പലരും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര എളുപ്പമാണല്ലേ നമ്മളെ പറ്റിക്കാൻ. ഉമേഷ് ബാലകൃഷ്ണൻ, എന്താണ് ഈ തട്ടിപ്പിൻ്റെ ആഴം? ഇവർ എത്ര രൂപ വരെ പോയിട്ടുണ്ട്? 3 ലക്ഷം 4 ലക്ഷമൊക്കെ പോയവരുടെ കഥയാണ് ഉമേഷ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോയവരുടെ നെഞ്ചിടിപ്പ് ഇപ്പോൾ കൂടിക്കാണുമല്ലോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എന്തായാലും നമ്മൾ പോയവർ കൂടുതലും വീട്ടമ്മമാരാണ് എന്നുള്ളതാണ് കൂടുതൽ വിഷമകരം. കാരണം വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്നുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിലൂടെ പല തവണ ഇപ്പോൾ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അതിൽ കൂടുതൽ വിശ്വാസ്യത ഏറ്റെടുക്കുന്ന രീതിയിലൊരു തട്ടിപ്പാണ് ഇപ്പോൾ എലിഫന്റ് ഫർണിച്ചർ തട്ടിപ്പ് എന്ന രീതിയിൽ അവർ നടത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ 650 രൂപ കൊടുത്ത് നമ്മൾ ഒരു ഫർണിച്ചർ, അതായത് ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത് വിവിധ വിലകളിലുള്ള ഫർണിച്ചറുകളാണ്. ഈ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് വാങ്ങാം. വാങ്ങിയതിന് ശേഷം ഇത് മറിച്ച് വിൽക്കുമ്പോൾ അത് വെബ്സൈറ്റ് തന്നെ നടത്തും ആ മറിച്ച് വിൽക്കുന്ന നടപടി. പക്ഷേ മറിച്ച് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭവിഹിതം ഈ ആദ്യം ഓൺലൈനിൽ ഫർണിച്ചർ വാങ്ങുന്നവർക്ക് ലഭിക്കും. ഇതാണ് വാഗ്ദാനം. ഈ രീതിയിൽ ആദ്യം കുറഞ്ഞ തുക പലരും നിക്ഷേപിച്ചു. ഇതെങ്ങനെയാണ് സംഭവം, തുക ലഭിക്കുമോ എന്നുള്ളത്. അങ്ങനെ ആദ്യം കുറഞ്ഞ തുക നിക്ഷേപിക്കുന്നു, അപ്പോൾ കൃത്യമായി തുക ലഭിക്കുന്നു. അത് ആദ്യം വെൽക്കം ബോണസ് ലഭിക്കുന്നു. അതിനുശേഷം 30 രൂപ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരാൾക്ക് നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മൾ കൊടുക്കുന്ന ലിങ്ക് വഴി അത് മറ്റൊരാൾ ഇതേ സാധനം പ്രോഡക്റ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ, വാങ്ങുകയാണെങ്കിൽ അവർക്കും സമാനമായ ബോണസ് കിട്ടുന്നു. അതായത് ലിങ്ക് അയച്ചു കൊടുക്കുന്നവർക്ക്. ഈ രീതിയിൽ പല രീതിയിലുള്ള ബോണസ് സ്കീമുകൾ, റെഫറൻസ് സ്കീമുകൾ തുടങ്ങിയവയെല്ലാം വെച്ച് നല്ലൊരു തുക ആദ്യഘട്ടത്തിൽ ഓരോ 4 ദിവസം കൂടുമ്പോഴും ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ ഈ വെബ്സൈറ്റിനോടുള്ള വിശ്വാസ്യത കൂടുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഓഫറുകൾ പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് 5 ദിവസം കൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ വില ഇരട്ടിയാകാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞ്. അതേ രീതിയിൽ ഈ ഓഫറുകളിലും വിശ്വാസ്യത ഏറ്റെടുത്താണ് ഏറ്റവും അവസാനം വലിയൊരു തട്ടിപ്പിലേക്ക് നീങ്ങിയത്. 10 ദിവസം കൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക 10 ഇരട്ടിയോളമാക്കി തിരികെ കിട്ടും എന്നായിരുന്നു വാഗ്ദാനം. അത് കഴിഞ്ഞ ഓഗസ്റ്റ് അവസാനമായിരുന്നു. ഓഗസ്റ്റ് 25 കൂടിയായിരുന്നു ഇത്തരമൊരു ഓഫർ വരുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി വെബ്സൈറ്റ് പണിമുടക്കി അതിൽ നിക്ഷേപിച്ച, അതായത് 2 ലക്ഷവും സ്ത്രീകളുണ്ട്. തട്ടിപ്പിനിരയായത് എങ്ങനെയാണ് നഫ്സലിനെ ഈ തട്ടിപ്പിനെ ഇരയാക്കിയതെന്ന് നമുക്ക് നോക്കാം. നഫ്സൽ ഒരു പ്രതിനിധി മാത്രമാണ് കേട്ടോ. എനിക്കൊന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലയധികം പ്രേക്ഷകർക്കും നഫ്സലിൻ്റെ കഥ ഒരു പ്രചോദനമാകും. കൂടുതൽ തട്ടിപ്പിന് ഇരയാവാനല്ല, തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ. നഫ്സലിനെ എങ്ങനെയാണ് ഇവർ സമീപിച്ചത്? സാറേ, എന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലിങ്ക് വഴിയാണ് എനിക്ക് വന്നത്. അതിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സൈറ്റ് ഓപ്പൺ ആണോ, ഈ സൈറ്റിൽ നമുക്ക് ആപ്പ് പോലെ ഡൗൺലോഡ് ചെയ്തെടുക്കും. ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ഇവർ പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പറയുന്നത് 680 രൂപ കൊടുത്തൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ആ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്ര ദിവസം 40 ദിവസം ഇത്ര എമൗണ്ട് വെച്ച് നമുക്ക് അക്കൗണ്ടിൽ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. അത് കഴിഞ്ഞ് ഒരു പല ഓഫറുകൾ വെച്ചാൽ 680 രൂപ മുതൽ 1,50,000 രൂപ വരെയുള്ള എമൗണ്ടുകൾ വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ എമൗണ്ട് പർച്ചേസ് പല സ്കീമും പല രീതിക്കാണ്. അതായത് നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് ഓൺലൈനിൽ ഇടുന്നു, നമ്മൾക്ക് സ്വന്തമായിട്ട് കിട്ടില്ല ആ ഫർണിച്ചർ റീസെയിലിന് വേണ്ടിയിട്ട് ഇടും അല്ലേ? അതന്നെ. അതിനുശേഷം നമുക്ക് അതിന്റെ ലാഭം നമുക്ക് കിട്ടുമെന്നാണോ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? അങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞ് വിശ്വസിക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മൾ റെഫറൽ ഏണിങ്സ്, അതുകൂടാണ്ട് ഡെയിലി അതിന്റെ പ്രൊഡക്റ്റ് ഏണിങ്സ് നല്ലൊരു എമൗണ്ടാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. നമ്മള് സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യം ഈ പറഞ്ഞ എമൗണ്ടിലോട്ട് ഞാൻ ഇട്ടേക്കുന്നു. ആദ്യം 680 രൂപ നമ്മൾ ഇടുന്നത്. അതിനുശേഷം നമ്മൾ പല സമയത്തും പല സ്കീം 3500, 7300 പല സമയത്തും പല ഇന്ന് കാണുന്ന ഓഫർ അല്ല നാളെ കാണുന്നത്. 680 രൂപ തിരിച്ചു കിട്ടി. 680 കിട്ടുമ്പോ നമുക്ക് ഡെയിലി 30 രൂപ വെച്ചാണ് പ്രോഫിറ്റ് വരുന്നത്. അത് ഏകദേശം 680 രൂപ 10 ദിവസത്തെ ആയുള്ളൂ. 10 ദിവസം 30 രൂപ വെച്ച് അപ്പൊ 300 രൂപ. 300 രൂപ 300 രൂപ കിട്ടി. 300 രൂപ കിട്ടി 10 ദിവസത്തേക്ക്. അങ്ങനെയല്ല സാർ, ഇപ്പൊ നമ്മൾ ഈ 10 ദിവസത്തിനുള്ളിൽ വേറെ എമൗണ്ടുകൾ ഉണ്ട്. ഇപ്പൊ ഈ 700, 7300, 3600 ആ സ്കീമിലൊക്കെ
ഇവര് എമൗണ്ടുകൾ ഇടും, പല ഓഫറുകൾ. ഞാൻ ഇട്ടേക്കുന്നത് 3500, 7300. പിന്നെ പറഞ്ഞ നമ്മുടെ അതിന് എത്ര കിട്ടും ഒരു ദിവസം? 3500 നമ്മൾ ഇട്ടാൽ എത്ര രൂപ കിട്ടും? അതൊന്നും കിട്ടുക, അതൊക്കെ അവിടെ ഹോൾഡായി കിടന്നിട്ടുള്ളൂ, അതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതാണ് സംഭവം. അതായത് പറഞ്ഞു ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇത് കിട്ടും, മറ്റൊരാൾക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബോണസ് നമുക്ക് കിട്ടും. മൊത്തത്തിൽ എല്ലാം കൂടി എത്ര രൂപ ഒരു വാഗ്ദാനം ചെയ്തിരുന്നു നഫ്സൽ? അത് സാറേ ഇത് പറയാന്ന് വെച്ചാൽ ഇത് പലതും പല രീതിക്കാണ്. ഇപ്പൊ ഞാന് ഒറ്റയടിക്ക് 63,000 രൂപയായിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്നത് അവർ ഒരു ദിവസം പറയുന്നത് ഇത്ര ദിവസം, ഒരു 30 ദിവസത്തേക്ക് ഈ 63,000 നമ്മൾ ഇട്ട് കഴിഞ്ഞ 30 ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ 3 ഇരട്ടി രീതിയിൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഡെയിലി പ്രോഫിറ്റ് അതിന്റെ ഇപ്പൊ 63,000 ഇട്ട് ഡെയിലി ഒരു പ്രോഫിറ്റ് വരുന്നത് 2,750 അല്ലെങ്കിൽ 3,000 ആ സ്കീമിലേക്കാണ് അവർ പറയുന്നത്. ചിലപ്പോ അതിന് മുകളിൽ 10,000 ആ പല സ്കീമുകളാണ് അതിൽ. നമ്മൾ ആലോചിച്ചില്ലേ, നമ്മളൊരു 6,000 രൂപ അല്ലെങ്കിൽ ഇത്രയും രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് പെരുകുന്നത് എന്ന് ആലോചിച്ചില്ലേ? സാറേ അത് ഞാൻ ചിന്തിച്ച കേസാണ്. അപ്പൊ പലവർക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ ഇതിന് പിന്നിൽ ഒരു മലയാളി ലേഡി, ഈ പറയുന്ന മുനവ്വർ എന്നൊരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഒറ്റ കാരണത്താലാണ് നമ്മൾ ഇതിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതുപോലത്തെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എന്നാലും ജെന്യൂൻ ആയിട്ട് നടക്കുന്ന കുറെ ആപ്പുകൾ ഇതുപോലത്തെ പരിപാടികളുണ്ട്. അപ്പൊ ഞാനും അങ്ങനെ വിശ്വസിച്ചു, ഇതൊരു ലേഡി ആണല്ലോ, ആ ലേഡിയും ഇതുപോലെ ഇതിന്റെ പിന്നിൽ നിന്ന് ഒരുപാട് വീഡിയോസും വോയിസുകളും സ്വന്തം വീഡിയോ എടുത്ത് അവർക്ക് കിട്ടിയ ഇത് കാണിക്കുമ്പോൾ നമ്മളതിൽ വിശ്വസിക്കുകയാണ്. നമ്മളൊരു മലയാളി. എന്റെ കയ്യിൽ നിന്ന് ഒരു 12,000 രൂപ എന്റെ മുഖാന്തരം വന്നൊരു കുറച്ച് പേര്, ഞാൻ 10 ദിവസം 12 ദിവസത്തിലായിട്ട് വന്നിട്ടുള്ളൂ. എത്ര രൂപ നഫ്സലിന് കിട്ടി കാണും മൊത്തം? എനിക്ക് ഏകദേശം ഒരു 2,000, ഒരു 1,900, 2,000 രൂപയ്ക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മനസ്സിലായി. 10,000 രൂപ പോയി. 10,000 രൂപ പോയി. പിന്നെ നഫ്സലിൽ ചേർത്ത ആൾക്കാരുടെ പൈസയും പോയി. അവർക്കൊന്നും 1 രൂപ കിട്ടിയിട്ടില്ല. അവരൊക്കെ ലാസ്റ്റ് ഇത് സ്റ്റോപ്പ് ആവുന്നതിന്റെ തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പാണ് അവർ ഇട്ടേക്കുന്നത്. അവരെയൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ നഫ്സൽ? അവര് നമ്മുടെ അറിയുന്ന ആൾക്കാർ, സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എന്നാലും ചങ്ങായി നിങ്ങൾ നമ്മളെ കൊണ്ട് പെടുത്തിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ഇല്ല, ഞാനും പറഞ്ഞോടാ ഇന്ന പോലെ മറ്റുള്ളവർക്ക് കിട്ടുന്ന കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് വിശ്വസനീയമല്ല. നിങ്ങൾ ഞാൻ 650 അവരത് പറഞ്ഞടാ ഇട്ട് നോക്കാം. പോയ 650 പോയി, കൂടി വലിയ എമൗണ്ടുകൾ ഇട്ടുണ്ടോ. പക്ഷെ അവരൊക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ അവർ നോക്കുമ്പോ അവര് നോക്കിയത് അവിടെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസം കൂടെ നമുക്ക് എമൗണ്ട് കിട്ടാണ്. നമുക്ക് കണ്ണൂരിൽ നിന്ന് വീണ്ടും തട്ടിപ്പിനിരയായ ഒരു സ്ത്രീ കൂടി നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടി പ്രതികരണം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എത്ര പോയി? എന്റെ ഒരു 80,000 രൂപ പോയിട്ടുണ്ട്. 80,000 രൂപ? 80,000 രൂപ പോയിട്ടുണ്ട്. ഇത് എങ്ങനെയാ നിങ്ങൾ സമീപിച്ചത്? ഇവരെ ലിങ്ക് വഴി കണ്ടതാണോ? അതെ, ലിങ്ക് വഴി തന്നതാണ്. ഓക്കെ, അപ്പം അതെങ്ങനെ വിശ്വസിച്ചു താങ്കൾ? അവര് ഞങ്ങളെ ഇത് പിന്നെ അവർക്ക് കിട്ടുന്ന ഈ വരുമാനം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതൊക്കെ കാണിച്ചിട്ടാണ് വിശ്വസിപ്പിക്കുന്നത്. ആദ്യം എത്ര രൂപ ഇട്ടു? ആദ്യം ചെറിയ എമൗണ്ട് ഇട്ടത് 3,500 രൂപയാണ് ഇട്ടത്. അപ്പൊ എത്ര രൂപ കിട്ടി? അതിട്ടപ്പോ കൃത്യമായിട്ടും അതിന് ഡെയിലി നമുക്ക് ഇത്ര ഏണിങ്സ് കിട്ടും എന്ന് പറഞ്ഞപ്പോ ഒരു 3-4 ദിവസത്തോളം കിട്ടി. പിന്നീട് നമുക്കും അത് വിശ്വാസമായല്ലോ. എത്ര രൂപ വീതം കിട്ടി ഓരോ ദിവസവും? ഓരോ ദിവസവും 120 രൂപ വെച്ചിട്ട് കിട്ടി. 3,500 രൂപ ഇട്ടപ്പോ 120 വീതം കിട്ടി. ഒരു 360 രൂപ, ഒരു 500 രൂപ കിട്ടി അല്ലെ മൊത്തം തിരിച്ച്? അതെ കിട്ടി. അപ്പൊ കൂടുതൽ പൈസ കിട്ടി. അതെ, നമുക്ക് തന്നെ വിശ്വാസമായല്ലോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആവുന്നുണ്ട്, കൃത്യമായിട്ട് വിഡ്രോവൽസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ എമൗണ്ട് ഞാൻ ഒറ്റക്കായിട്ടല്ല, എന്റെ കൂടെ വന്നവരുമായിട്ട് ഇട്ടതാ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ വന്നവരെടുത്ത്, പിന്നെ നമ്മൾ വലിയ പൈസ ഇട്ടിട്ട് കളിക്കണ്ട, ചെറുതിട്ട് കളിച്ചാൽ മതി. എന്നാലും അവരൊക്കെ ഈ പൈസ കിട്ടുന്നത് കണ്ടപ്പം അവർക്കൊരു വിശ്വാസം. അപ്പൊ ഞാനൊരു 3-4 ആളെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ 4 പേരുമായിട്ട് ഇപ്പൊ നല്ല ടോക്കിംഗ് ടൈംസിലാണോ? അതെ, ഞാൻ അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എമൗണ്ട് കളിക്കണ്ട. അവരുടെ എല്ലാവരുടെ അടക്കമാണ് ഞാൻ ഈ ഒരു എമൗണ്ട് പറഞ്ഞത്. 80,000 രൂപ തിരിച്ച് കിട്ടി കാണും ഈ 80,000 നമ്മൾ ഇട്ടപ്പം? ആകെ ഒരു 2-3 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3,000 രൂപ കിട്ടി അല്ലേ? അതെ, അത്രേ കിട്ടിയിട്ടുള്ളൂ. ഈ അവരുടെ ഫോൺ നമ്പറൊക്കെ കയ്യിലുണ്ടോ? ആരെയാണ് വിളിച്ച് സംസാരിക്കുക? ഉണ്ടല്ലോ, അതൊരു മലയാളി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഉണ്ട്. അതാരാണെന്നറിയാമോ മലയാളി? ഈ നമുക്ക് ഈ ഒരു പിന്നെ എലിഫന്റ് ഫർണിച്ചർ എന്നുള്ള ഈ ഒരു പരിചയപ്പെടുത്തിയ ആളാണോ? അതെ, അത് മുനവിറ എന്ന് പറയുന്നവരാണ്. ഓക്കെ, ഈ മുനവിറ പിന്നീട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല, അവരടുത്ത് പിന്നെ നേരത്തെ വിളിച്ചപ്പോ തന്നെ അവര് അത്രയൊരു നല്ല രീതിയിലായിരുന്നില്ല സംസാരം.
പിന്നെ ഇവരുടെ ഈ ഒരു ആഡ് കണ്ടിട്ടാണ് എല്ലാവരും മലയാളിയായ ഒരാൾക്ക് ഇത്രയും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അത് ജെന്യൂൻ ആയിട്ടുള്ളതാണെന്നുള്ള രീതിയിലാണ് അവർ ഇത് പരിചയപ്പെടുത്തുന്നത്. അത് കണ്ടാണ് എല്ലാവരും ഇതിനകത്തോട്ടേക്ക് കുടുങ്ങി പോണത്. ഓക്കെ, ഇങ്ങനെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് താങ്കളെ? ഇല്ലില്ല, ആരും പറ്റിച്ചിട്ടില്ല. ഇല്ല, ആരും പറ്റിച്ചില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ്. ആണല്ലേ? അത് പെട്ടെന്നൊരു വല്ലാത്ത പെടലാണ്. അതെ അതെ, അത് വല്ലാത്ത പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ ചെറിയൊരു ദിവസം കൊണ്ട് ഇത്രയേറെ വരുമാനം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. നമ്മൾ മുടക്കിയ പൈസ ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാമല്ലോ. പിന്നീട് വരുന്നത് പ്രോഫിറ്റ് ആണല്ലോ. നമ്മുടെ പൈസ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടം വന്നാലും സാരില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾ സ്വർണം പണയം വെച്ചിട്ടും അതുപോലെ തന്നെ ലോൺ എടുത്തിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് കണക്ക് കൂട്ടി വെച്ച പൈസ ഇതൊക്കെയാണ്. എനിക്ക് 28 വയസ്സാ. ആണല്ലേ? ഇത്ര ചെറുപ്പത്തിലെ തട്ടിപ്പിനൊക്കെ ഇരയായി അല്ലേ? പ്രായമുള്ളവരാണെങ്കിൽ വിശ്വസിക്കാൻ വരുന്നു, ഓൺലൈനായി ഒന്ന് തപ്പിക്കൂടായിരുന്നു? ഇതൊക്കെ വലിയ ക്രെഡിബിൾ ആയിട്ടുള്ള സംഭവമാണോ എന്ന്? അതെ അതെ, പറ്റിക്കപ്പെട്ടു അല്ലേ? എന്തായാലും മക്കളൊക്കെ എന്ത് പറയുന്നു? പറ്റിക്കപ്പെട്ടു. ഹസ്ബൻഡും ഫാമിലിയൊക്കെ? ഹസ്ബൻഡും ഫാമിലിയും ഒന്നും അറിഞ്ഞിട്ടില്ല. അത് ശരി. ഈ പൈസ പോയത് അറിഞ്ഞിട്ടില്ല അവര്? ഇല്ലില്ല, അറിഞ്ഞില്ല. താങ്കളുടെ ഒരുപാട് പൈസ പോയോ? എന്റേത് ഒരു 20,000 രൂപ പോയിട്ടുണ്ട്. സ്വർണ്ണം പണയം വെച്ചങ്ങാണ്ടും കൊടുത്താണോ? അല്ലല്ല, അത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച പൈസയാണ്. അതുകൊണ്ട് പിന്നെ 20,000 എന്തായാലും കേസ് കൊടുത്തു, നമുക്ക് ആ വഴി തപ്പി നോക്കാം കിട്ടുമെന്ന്. പക്ഷെ ഇവരെ എന്തായാലും ഒരു രൂപ പോലും നമ്മൾ ഉണ്ടാക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണ്. അതെ അതെ, അത് എനിക്ക് മനസ്സിലാവും. വിദേശത്തൊക്കെ ഇരുന്നാണ് ഇത്തരം തട്ടിപ്പൊക്കെ പലരും നടത്തുന്നത്. പല രാജ്യങ്ങളിൽ പോയി, കംബോഡിയയിലൊക്കെ ഇരുന്നിട്ട് പല മലയാളികളും തട്ടിപ്പ് നടത്തുന്നുണ്ട്. നമ്മൾ അവരെക്കുറിച്ചൊക്കെ കുറേ വാർത്തകളൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇനിയും വരും കേട്ടോ ഇങ്ങനെ തട്ടിപ്പുകാർ. നിങ്ങളെയൊക്കെ എളുപ്പം പറ്റിക്കാന്നൊക്കെ ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. അത്ര നിഷ്കളങ്കമൊന്നും ആവണ്ട. ആരെങ്കിലും ഒക്കെ ഫോണിൽ വിളിച്ച് പൈസ തരാമെന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ മകനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലോ ഒന്നും പോയി കുടുങ്ങരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇനി 20,000 പോയത് പോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും അന്വേഷണം നടത്തുക, കേസ് കൊടുക്കുക. ഓക്കെ, കേസ് കൊടുത്തോ? കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇത് നമ്മൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കുക എല്ലാവരെയും. താങ്ക് യു. അപ്പോൾ നഫ്സൽ, ഈ പറഞ്ഞതുപോലെ എന്തായാലും പോയത് പോയി. ഇനിയിപ്പം കൂടുതൽ തട്ടിപ്പിനെ മാത്രമല്ല, ഇങ്ങനെ കുറേ ആളുകളോട് നമ്മൾ പറയണം, ഇത്തരം ഫോൺ കോളുകൾ വന്നാൽ ഇതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, വ്യാജ വാഗ്ദാനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയണം. നഫ്സലിന് ഇപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 32. ചെറുപ്പക്കാരാ, എന്നിട്ട് ഈ തട്ടിപ്പിന് ഇരയായി പോയല്ലോ. എന്തായാലും ഈ ആൾക്കാരോട് പറഞ്ഞോ. നമുക്ക് പറയാമെന്ന് വെച്ചാലേ, ഞാൻ ഇതിന് മെയിൻ ആയിട്ട് നമുക്കിപ്പോ ഈ പോയ എമൗണ്ടിന്റെ അല്ല, കാരണം ഒരുപാട് ലക്ഷം, ഇപ്പൊ എന്റെ 10,000 പോയി, പക്ഷെ ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ. കാരണം ഇപ്പൊ ഈ എലഫന്റ് കഴിഞ്ഞ് ഭൂട്ടാന്റെ തന്നെ ഇവരിപ്പോ ഫൈഫസ് പല സൈറ്റുകളാണ്. ഇപ്പൊ എന്റെ അറിവിൽ ഞാൻ ഇതിലോട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഭൂട്ടാൻ അത് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈഫസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, വേറൊരു സംഭവം തുടങ്ങി. അതില് ഫർണിച്ചർ അല്ല, അതില് ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളാ, പച്ചക്കറി പഴവർഗ്ഗങ്ങള് അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും വന്നേക്കുന്നതില്. മനസ്സിലായി? അതായത് നിങ്ങൾ സാങ്കല്പികമായി സാധനം വാങ്ങുന്നു, ആ സാധനം റീസെയിൽ ചെയ്ത് കിട്ടുക, അതിന്റെ കമ്മീഷനാണ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതിൻ്റെ ഒരു ടോക്കൺ എമൗണ്ട് എന്ന നിലയിൽ 2-3 ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ ഇട്ട് തരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ നിക്ഷേപിക്കാനായിട്ട് ടെൻഡൻസി ഉണ്ടാവുന്നു, നിക്ഷേപിക്കുന്നു, അവർ അടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് സംഭവം. ഒരു മണി ചെയിൻ പോലെ. മണി ചെയിൻ വന്നത് മുനവ്വറ എന്ന് പറയുന്ന ഒരു മലയാളി പെണ്ണ്, അവർ ഇത്രയും ധൈര്യമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അത് കണ്ട് മാത്രമാണ് ഞാൻ ഇതിലോട്ട് വന്നത്. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കൊടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റോറിയിൽ ആ വീഡിയോ കിടപ്പുണ്ട്. ഉമേഷ് ചെയ്ത സ്റ്റോറിയിൽ ആ പെൺകുട്ടിയുടെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. നഫ്സൽ, ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇരുന്ന് നടത്തുന്ന തട്ടിപ്പല്ല. ഇതൊക്കെ രാജ്യത്തിന് പുറത്തുള്ള ഡാർക്ക് വെബിൽ നിന്നൊക്കെയാണ് പല കോളുകളും എത്തുന്നത്. അത് നമുക്ക് പിന്നെ ഇവരെ ട്രേസ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ അവരുടെ നമ്പർ, പേഴ്സണൽ നമ്പർ താങ്കളുടെ കയ്യിലുണ്ടോ? അവര് കേരളത്തിൽ ഇരുന്നാണോ ഈ അവര് കേരളത്തിൽ തന്നെ ഇരുന്നാണോ തട്ടിപ്പ് ചെയ്തത്, അതോ അന്താരാഷ്ട്ര നമ്പർ ആയിരുന്നോ? ഇത് അന്താരാഷ്ട്ര നമ്പർ ആണത്. ഞാൻ അത് ട്രേസ് ചെയ്ത് നോക്കി, അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് അറിഞ്ഞത്. നഫ്സൽ, റിപ്പോർട്ടർ TV ആദ്യം കണ്ടിരുന്നെങ്കിൽ നമുക്ക് തട്ടിപ്പിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. കംബോഡിയയിൽ ഇത്തരം വലിയൊരു സംഘം
ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ട്രെയിൻഡായി പോകുന്നുണ്ട്. നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത തരം തട്ടിപ്പുകളൊക്കെയാണ് നഫ്സൽ. നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള തട്ടിപ്പായിരിക്കും. നിങ്ങളുടെ അച്ഛനെ ഇതാ തടഞ്ഞു വെച്ചിരിക്കുന്നു CBI എന്ന് പറഞ്ഞിട്ട് CBIയുടെ വേഷമൊക്കെ ഇട്ടിട്ട് ഓഫീസ് സെറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ 1000 രൂപ കൊടുത്താൽ പുറത്തിറക്കാമെന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ വലിയ തട്ടിപ്പുകളുണ്ട്, സൂക്ഷിച്ചിരിക്കണം നഫ്സൽ. ഏതായാലും നഫ്സൽ വന്ന ഈ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞതിന് താങ്ക്സ്. ഇനിയെങ്കിലും ആളുകൾ ഇത്തരം ഈ കുരുക്കിൽ പോയി പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ കേസൊക്കെ കൊടുക്കുക. എന്തായാലും ഇവർ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം. നമുക്ക് ഈ സ്ത്രീയുടെയൊക്കെ ദൃശ്യങ്ങൾ പുറം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ പ്രചരിപ്പിക്കും. പക്ഷേ വേറൊരു പ്രശ്നം, ഇവരും പലപ്പോഴും കുടുങ്ങിക്കിടക്കുകയായിരിക്കും. ഈ സ്ത്രീ ആയിരിക്കില്ല ഇതൊന്നും ഉണ്ടാക്കുക. കാര്യം ഈ സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെയൊക്കെ കുരുക്കി ഇത്തരം തട്ടിപ്പ് നടത്തുന്ന വലിയ കമ്പനികളുണ്ട്. വലിയ പീഡനങ്ങളാണ് ഇവർ അവിടെ അനുഭവിക്കുന്നത് എന്നാണ് കംബോഡിയയിലെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. താങ്ക് യു നഫ്സൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് 10 രൂപ സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ സംശയിച്ചോണം. നിങ്ങൾ ഒന്നുകിൽ അവർ പറ്റിക്കാൻ പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ഉൽപ്പന്നം എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി 10 രൂപ സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ അതിൽ 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങളെ അവർ പറ്റിക്കാൻ പോകുന്നു. രണ്ടാമത്തത്, നിങ്ങൾ ഒരു ഉൽപ്പന്നമായി മാറും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാതെ നിങ്ങൾക്ക് സൗജന്യം അവർ തരില്ല. ആരും ഒരു അണാ പൈസ പോലും ആ രീതിയിൽ ബിസിനസ് എന്ന പേരിൽ സൗജന്യമായി നൽകില്ല. അങ്ങനെ ആരെങ്കിലും ഒരു ഓഫറുമായി മുന്നോട്ട് വന്നാൽ ആ നിമിഷം അവരെ സംശയിച്ച് തുടങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭൂട്ടാനിൽ അവർ ഈ തട്ടിപ്പ് നടത്താൻ പോയി അവിടെ പൂട്ടി എന്നാണ് അറിയുന്നത്. അവിടെ കുറച്ച് വിവരമുള്ള മനുഷ്യരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിലിരുന്ന് ഒരു പണിയും എടുക്കാതെ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നവർക്കുള്ളൊരു പാഠം കൂടിയാണ്. പക്ഷേ നഫ്സലും ആ പെൺകുട്ടിയും ഒക്കെ വിശ്വസിച്ച് പോയതൊരു മലയാളിയായ പെൺകുട്ടി ഇങ്ങനെ പറയുകയല്ലേ, അതൊരു ഓൺലൈൻ ട്രേഡിംഗ് ആണെങ്കിൽ ഒരു പക്ഷേ പണം കിട്ടിയാലോ എന്നവർ കരുതി പോയിട്ടുണ്ടാവും. പക്ഷേ ആ പണം പോയി. 80 കോടി രൂപയാണ് ഈ കൂട്ടങ്ങൾ ഇവിടെ നിന്ന് പറ്റിച്ചുകൊണ്ട് പോയത്. നമ്മുടെ നാട്ടിലെ പണമാണേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കരുതിയിരിക്കുക, പല രൂപത്തിലും വരാം. മാനായും മാരീചനായും എലിഫന്റ് ഫർണിച്ചർ തട്ടിപ്പായിട്ട് വരും.